So module 3 continuation ആണ്. That is, today we are going to discuss design of lacings and battens. So ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേസിങ്ങിൻ്റെ ഡിസൈൻ പാർട്ടാണ്. So before moving on to the design portion, let's see what lacings are. So lacings are normally flat or angle sections. So they are the components of a column. ഒരു കോളം സെക്ഷൻ്റെ കമ്പോണൻസ് ആണ് ലേസിങ്സ്, ആൻഡ് ദർ മെയിൻ ഫങ്ഷൻ ഈസ് ടു ഹോൾഡ് ദി വേരിയസ് പാർട്സ് ഓഫ് എ കോളം. ഓക്കെ, കോളത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇങ്ങനെ ഒരു കോളം, സപ്പോസ് എ കോളം ഈസ് ഫോംഡ് ബൈ ടു ചാനൽ സെക്ഷൻസ്. ഓക്കെ, രണ്ട് ചാനൽ സെക്ഷൻസ് വെച്ചിട്ട് നമ്മളൊരു കോളം ഫോം ചെയ്യുകയാണെങ്കിൽ, സോ ഇൻ ബിറ്റ്വീൻ ദിസ്, അപ്പോൾ ഈ രണ്ട് ചാനൽ സെക്ഷൻസിന് ഓക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു ചാനൽ സെക്ഷനാണെന്ന് വിചാരിക്കുക, ആൻഡ് ദിസ് ഈസ് അനദർ ചാനൽ സെക്ഷൻ. ഓക്കെ, സോ ഇൻ ദിസ് ചാനൽ സെക്ഷൻ, സോ ദിസ് ഇസ് എ ചാനൽ സെക്ഷൻ, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് ചാനൽ സെക്ഷൻ വി വിൽ പ്ലേസ് ലേസിങ്സ്. ഓക്കെ, ഇങ്ങനെ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യും. Okay, so these are basically lacings. So they are the component of a column member, and so their main function is to hold the column and it will make the column straight. ഇപ്പോൾ രണ്ട് സെക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് കോളത്തിൽ ബക്ലിങ് ഉണ്ടാകാതിരിക്കാനായിട്ട് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു സപ്പോർട്ടാണ്, ഒരു ഹോൾഡറാണ് ലേസിങ്സ്. സോ ദേ കീപ് ദ കോളം സ്ട്രെയിറ്റ്, പാരലൽ. സോ രണ്ട് സെക്ഷൻസ് ഉണ്ടെങ്കിൽ ദേ വിൽ കീപ് ദം പാരലൽ, സ്ട്രെയിറ്റ് ആൻഡ് അറ്റ് എ കറക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ലേസിങ്സ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ടു ഈക്വലൈസ് ദി സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് വേരിയസ് പാർട്സ്. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് എ lacing. That is, it keeps these column sections straight, parallel, and provides that correct distance and stress distribution equal. So single or double lacings can be provided. So we can provide either single lacings or double lacings. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇത് ഫസ്റ്റ് ഫിഗർ എന്ന് വെച്ചാൽ ദറ്റ് ഇസ് എ സിംഗിൾ ലേസിങ്. ഓക്കെ, സോ ഹിയർ ദിസ് ഇസ് എ സിംഗിൾ ലേസിങ് ആൻഡ് ദിസ് ഇസ് എ ഡബിൾ ലേസിങ്. And we can design this lacing members as a compression members. Okay, so this is a figure for the double laced column and this is a single laced column. Okay, and നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാറ്റൺസ് പഠിക്കും. സോ ബാറ്റൺസ് ആർ ദിസ് ക്രോസ് മെമ്പേഴ്സ്. ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്ന മെമ്പേഴ്സിനെയാണ് ബാറ്റൺസ് എന്ന് പറയുക. ഓക്കെ, സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ദാറ്റ് മോർ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. So next is design of laced columns. So laced column design procedure. Okay, so ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസൈൻ ഓഫ് ലേസ്ഡ് കോളംസ്. ഡിസൈൻ യൂഷ്വലി ചോദിക്കുന്നത് ലേസ്ഡ് കോളത്തിൻ്റെ ഡിസൈൻ ആയിരിക്കും, അല്ലാതെ സാധാ ഒരു കോളം ഡിസൈൻ അല്ലെങ്കിൽ സ്ട്രഡ് ഡിസൈനിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലേസ്ഡ് കോളത്തിൻ്റെ ഡിസൈൻ. ഓക്കെ, അതായത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ലേസിങ്സും കൂടെ ഡിസൈൻ ചെയ്യണം. Okay, so here you have to design the column section. നമ്മൾ കോളം സെക്ഷൻസ് സാധാരണ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ആ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് ഇതിൽ വരുന്നത്, ഡിസൈൻ ഓഫ് കോളം സെക്ഷനിൽ വരുന്നത്. ഓക്കെ, ആൻഡ് അഡീഷണലി വി ഹാവ് ടു ഡിസൈൻ ലേസിങ്. ഓക്കെ, അപ്പോൾ ലേസിങ്ങിൻ്റെ ഡയമെൻഷനിങ് ചെയ്യണം. That is this part. Okay, lacing into dimensioning, that is its width. അത് യൂഷ്വലി പ്ലേറ്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ ആ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് ആൻഡ് തിക്നെസ് വേണം. ഓക്കെ, ദെൻ വി ഹാവ് ടു ഡിസൈൻ ദാറ്റ് ലേസിങ്. ഓക്കെ, അതായത് ഡിസൈൻ ചെയ്യാനായിട്ട് വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ്, അപ്പോൾ അതെല്ലാം ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, സ്ലെൻഡർനെസ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ വി ഹാവ് ടു സീ ദ ഡിസൈൻ പാർട്ട്. ദെൻ വി ഹാവ് ടു ചെക്ക് ദി സ്ട്രെങ്ത്. ഓക്കെ, സോ ലേസിങ് മെമ്പർ, ലേസിങ് ബാർ നമ്മൾ എപ്പോഴും ഒരു കംപ്രഷൻ മെമ്പറായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ കംപ്രഷൻ മെമ്പറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ദ ഫൈനൽ വൺ ഇസ് ഡിസൈൻ ഓഫ് കണക്ഷൻ. അപ്പോൾ ഈ സെക്ഷൻസ്, സപ്പോസ് ഇഫ് യു ആർ പ്രൊവൈഡിങ് എ സെക്ഷൻ ലൈക്ക് ദിസ്. ഓക്കെ, രണ്ട് സെക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് സെക്ഷൻസും തമ്മിലാണ്
ഇങ്ങനെ ലേസിങ്സ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതർ ബോൾട്ടഡ് കണക്ഷൻസോ വെൽഡ് കണക്ഷൻസോ ആയിരിക്കും. സോ യൂഷ്വലി ഇഫ് നത്തിങ് ഇസ് മെൻഷൻ യു ക്യാൻ ഗോ ഫോർ ബോൾട്ടഡ് കണക്ഷൻ. സോ ഈ ബോൾട്ടഡ് കണക്ഷൻ എത്ര ബോൾട്ട് വേണം എന്നുള്ളതും we have to find it out in the last step. Okay, so last step is design of connection. So first step is normal design of a column section, then the second step is lacing dimensioning, third step design ചെയ്യുക, then check ചെയ്യുക, that is the fourth step, and fifth step is design of the bolted or welded connection whatever is given in the question. Okay, സോ ഡിസൈൻ ഓഫ് കോളം സെക്ഷനിൽ വരുന്ന സബ് സ്റ്റെപ്സ് ആണിതെല്ലാം. ഓക്കെ, അതായത് നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു കോളം സെക്ഷൻ അല്ലെങ്കിൽ സ്ട്രട്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ആ സെയിം പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം FCD വാല്യൂ അസ്യൂം ചെയ്യുക, ദെൻ എഫക്റ്റീവ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ സെക്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സെക്ഷൻ ഈ ഒരു ഏരിയയെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാല്യൂ വെച്ച് സെലക്ട് ചെയ്യുക. ദെൻ we have to calculate the slenderness ratio and FCD from that. So FCD കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അഗെയിൻ ഈ രണ്ട് കോളത്തിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കോളം അല്ല, രണ്ട് കോളം സെക്ഷൻ. ഓക്കെ, സോ ഈ ഒരു കംപ്ലീറ്റ് ഇതൊരു ഓക്കെ, ഇങ്ങനെയൊരു C സെക്ഷൻ, ഇങ്ങനെയൊരു C സെക്ഷൻ, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് സൈഡിലും. ഓക്കെ, സോ ദിസ് ആസ് എ ഹോൾ ഇസ് എ സിംഗിൾ കോളം. ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് ഒരു കോളം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു കോളത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് രണ്ട് സെക്ഷൻസും ചാനൽ സെക്ഷൻസ് വാട്ട് എവർ ഇസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ അതും, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ലേസിങ്സും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, so we have to find the spacing between the section. Next is lacing. So lacing inde horizontal distance calculate ചെയ്യുക, vertical distance calculate ചെയ്യുക, length calculate ചെയ്യുക, ഒരു lacing inde length calculate ചെയ്യുക. Then we have to check for the spacing of the lacing bar. Next is the design part. Design part il transverse shear. So these lacings are provided, take up the shear. So shear എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. Then we have to provide ആ ഷിയറിന് അനുസരിച്ചിട്ടുള്ള thickness and width we have to provide. Then slenderness ratio calculate ചെയ്യുക and then check the strength. Okay, and the next part is design of connection. So connection design ചെയ്യാനായിട്ട് നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ, ദറ്റ് ഇസ് ഷിയർ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി, ആൻഡ് ഇതിലെ മിനിമം വാല്യൂ ആയിരിക്കും ബോൾട്ട് വാല്യൂ. So if you are getting the bolt value, you can calculate the number of bolt from the given factored load and the bolt value. Okay, so this is all what you have to do in the laced column design. So നമുക്ക് ഒരു ലേസിംഗ് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ പ്രോബ്ലം ഇപ്പം നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലേസിങ്സിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്, ലെങ്തിയർ ആണ് ഡിസൈൻ പ്രോബ്ലം, ലേസിങ്സിൻ്റെ ലെങ്തിയർ പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സിംഗിൾ പ്രോബ്ലം ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ഓഫ് എ കോളം സെക്ഷൻ അറിയാമെങ്കിൽ ലേസിങ്സിൻ്റെ ഡിസൈൻ എല്ലാം സിമിലർ ആയിരിക്കും. ഇപ്പോൾ ഏത് സെക്ഷൻ വന്നാലും നിങ്ങൾ ലേസിങ്സ് യു ക്യാൻ പ്രൊവൈഡ് എ പ്ലേറ്റ് സെക്ഷൻ. സോ ഈ പ്ലേറ്റ് സെക്ഷൻ വെച്ചിട്ട് ഈ ഇതിൽ പറയുന്ന സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഡിസൈൻ ഓഫ് ലേസിങ്സ് ആൻഡ് പാറ്റേൺ. സോ ഇത് ഇന്ന് ലേസിങ്ങിൻ്റെ ഒരു ഡിസൈൻ പ്രോബ്ലമാണ് ചെയ്യുന്നത്. സോ ഡിസൈൻ എ ലേസ്ഡ് കോളം വിത്ത് 2 channels back to back of length 10 meter to carry an axial factored load of 1400 kilonewton. The column may be assumed to have a restraint in position but not in direction at both ends. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് എന്ന് വെച്ചാൽ ലെങ്ത് തന്നിട്ടുണ്ട്. 10 മീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് കോളത്തിൻ്റെ ലെങ്ത് ആണ് 10 മീറ്റർ. ഓക്കെ, ആൻഡ് ഈ കോളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ്. സോ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ലോഡ്സ് എടുക്കും. അതുകൊണ്ട്
ഈ ലോഡ് വാല്യൂ നോട്ട് ചെയ്യുക. ദറ്റ് ഈസ് 1400 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കോളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡാണ് 1400 കിലോ ന്യൂട്ടൺ. ഓക്കെ, ആൻഡ് കോളത്തിൻ്റെ എൻഡ് കണ്ടീഷൻസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദറ്റ് ഈസ് ദ കോളം മേ ബി അസ്യൂം ടു ഹാവ് റീസ്ട്രെയിൻഡ് ഇൻ പൊസിഷൻ. ഓക്കെ, റീസ്ട്രെയിൻഡ് ഇൻ പൊസിഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ റീസ്ട്രെയിൻഡ് ആണ്. അതായത് മൂവ്മെൻറ്റ് ട്രാൻസ്ലേഷൻ മോഷൻ റീസ്ട്രെയിൻഡ് ആണ്. ഓക്കെ, ബട്ട് ഇറ്റ് ക്യാൻ മൂവ് എബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അതായത് ഡയറക്ഷനിൽ റീസ്ട്രെയിൻഡ് അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് റീസ്ട്രെയിൻഡ് ഇൻ ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ബട്ട് ഇറ്റ് കനോട്ട് ട്രാൻസ്ലേറ്റ്. ഓക്കെ, അതായത് രണ്ട് എൻഡ്സിലും ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ബട്ട് ഇറ്റ് കനോട്ട് ട്രാൻസ്ലേറ്റ് എന്ന് വെച്ചാൽ ബോത്ത് ദി എൻഡ്സ് ആർ ഹിഞ്ച്ഡ് ഓർ പിൻഡ് എൻഡ്സ്. ഓക്കെ, സോ ദർ പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് എൻഡ്സ് ആണെങ്കിൽ കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ L തന്നെയായിരിക്കും. ദറ്റ് ഈസ് K വാല്യൂ വിൽ ബി 1. ഓക്കെ, സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ ലേസ്ഡ് കോളത്തിൻ്റെ ഡിസൈൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ കോളം ഡിസൈൻ ചെയ്യുക. ഓക്കെ, കോളം ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിരുന്നു. ഏത് സെക്ഷൻ തന്നാലും ആ സെക്ഷൻ അനുസരിച്ചിട്ടുള്ള കോളം നമുക്ക് ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, സോ ദ സ്റ്റെപ്സ് ആർ, ഫസ്റ്റ് ഇസ് വി ഹാവ് ടു അസ്യൂം എൻ FCD വാല്യൂ അസ്യൂം ചെയ്യുക. ഇപ്പോൾ ഇത് ചാനൽ സെക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ചാനൽ സെക്ഷനിൽ യൂഷ്വലി വി ക്യാൻ എയ്തർ പ്രൊവൈഡ് 135 പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഈ ലോഡ് 1400 കിലോ ന്യൂട്ടൺ ആണ്. സോ ലോഡ് വെച്ചിട്ട് നമുക്കൊരു ഹയർ വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, 200 ന്യൂട്ടൺ പെർ mm² പ്രൊവൈഡ് ചെയ്യാം. സോ അതിൽ രണ്ടിലും കുഴപ്പമില്ല, ഏത് വാല്യൂ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ഒരു ഹയർ ഹെവി ലോഡാണ്, പിന്നെ ചാനൽ സെക്ഷനാണ്. സോ യു ക്യാൻ പ്രൊവൈഡ് ഏതോ 135 ഓർ 200 ന്യൂട്ടൺ പെർ mm². ഓക്കെ, സോ ഐ ഹാവ് ടേക്ക് ഓൺ 135 ന്യൂട്ടൺ പെർ mm² ഹിയർ. ആൻഡ് അത് വെച്ചിട്ട് ഞാൻ എഫക്റ്റീവ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ എഫക്റ്റീവ് ഏരിയ A ഈസ് ഈക്വൽ ടു P/FCD. P എന്ന് വെച്ചാൽ ദ ആക്സിയൽ ഫാക്ടേർഡ് ലോഡ് വിച്ച് ഇസ് ഗിവൺ ആസ് 1400 കിലോ ന്യൂട്ടൺ. സോ കിലോ ന്യൂട്ടണിനെ ന്യൂട്ടൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ കിലോ ന്യൂട്ടൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ FCD ഞാൻ എടുത്തത് 135 ആണ്. യു ക്യാൻ ടേക്ക് 200 ഓൾസോ, കാരണം ഹെവി ലോഡാണ്. സോ യു ക്യാൻ ടേക്ക് 200 വാല്യൂ ഓൾസോ. ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ 90 ന്യൂട്ടൺ പെർ mm². അത് സിംഗിൾ ആംഗിൾ സെക്ഷൻ ആയാലും ഡബിൾ ആംഗിൾ സെക്ഷൻ ആയാലും 90 ന്യൂട്ടൺ പെർ mm². ഓക്കെ, ആൻഡ് ബിൽട്ടപ്പ് സെക്ഷൻസ് ആണെങ്കിൽ വി ഹാവ് ടു ടേക്ക് 200. ഹെവി ലോഡ്സിന് വേണ്ടിയിട്ടാണ് ബിൽട്ടപ്പ് സെക്ഷൻസ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സോ വി ഹാവ് ടു ടേക്ക് ഹയർ വാല്യൂ 200 ന്യൂട്ടൺ പെർ mm² ആണ് FCD വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് എൻ I സെക്ഷൻ ഓർ ചാനൽ സെക്ഷൻ ആൻഡ് ലോഡ്സ് ഒരു മോഡറേറ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂ ആണെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ് 135. ഓക്കെ, സോ ഫ്രം ഹിയർ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഏരിയ. ദറ്റ് ഈസ് 10,370 കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ടോട്ടൽ, അതായത് രണ്ട് ബാക്ക് ടു ബാക്ക് ചാനൽ സെക്ഷൻസ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ബാക്ക് ടു ബാക്ക് ചാനൽ സെക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ഒരു ചാനൽ സെക്ഷൻ, അങ്ങനെയാണെങ്കിൽ ഒരു ചാനൽ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ദിസ് ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ 2. Okay, so that will give you 5185.18 mm² എന്ന് കിട്ടും. സോ നമ്മൾ ഒരു സ്യൂട്ടബിൾ സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ദ സെക്ഷൻ ക്യാൻ ബി ചൂസ് ഓൺ ഫ്രം SP6 നിന്ന് ചൂസ് ചെയ്യാം, സ്റ്റീൽ ടേബിളിൽ നിന്ന്. പേജ് 6 ചാനൽ സെക്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് 5185 mm² റേഞ്ചിലുള്ള അതിനേക്കാളും ഹയർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ ലെറ്റ്സ് സീ ഫ്രം SP6. ഓക്കെ, ഇതാണ് SP6 സ്റ്റീൽ ടേബിളിൽ. സോ ഇതാണ് ചാനൽ സെക്ഷൻ, റോൾഡ് സ്റ്റീൽ ചാനൽസ്. സോ ഹിയർ ദിസ് ഈസ് ദ സെക്ഷണൽ ഏരിയ. ഓക്കെ, സോ ഈ സെക്കൻഡ് റോസ് കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് കോളം നോക്കുക. സോ ഇതിൽ 5000 എബവ് വരുന്ന വാല്യൂസ് നോക്കുക. ISLC വരും. ഓക്കെ, സോ 5000 എബവ് വാല്യൂ ആണ് വരുന്നത്. ആൻഡ് another value which is coming as ISMC 350, 400. ഓക്കെ, ഈ രണ്ട് വാല്യൂസും. അപ്പോൾ ഈ മൂന്ന് വാല്യൂസും 500 എബവ് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, സോ 62 എടുക്കേണ്ട ആവശ്യമില്ല. either you can take ISLC 400 or
ISMC 350. Okay, ISLC എന്ന് വെച്ചാൽ ലൈറ്റ് ചാനൽസ് ആണ്, ISMC മീഡിയം ചാനൽസ്. Okay, so you can take any of this value. So I have chosen, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ISMC 350 എന്ന് പറയുന്ന ചാനൽ സെക്ഷനാണ്. ഓക്കെ, സോ അതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ 53.66 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അതായത് mm² കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 5366 എന്ന് കിട്ടും. ഓക്കെ, സോ ഹിയർ ദ ഏരിയ ഈസ് 5366. അപ്പോൾ അതുപോലത്തെ 2 ചാനൽ സെക്ഷൻസ് ആണ് എടുക്കേണ്ടത്. സോ ടോട്ടൽ ഏരിയ വിൽ ബി ദിസ് മൾട്ടിപ്ലൈഡ് ബൈ 2. ഓക്കെ, സോ 10,732 mm². സോ നമുക്ക് വേണ്ടത് 10,370 ഈ ഒരു വാല്യൂവിനേക്കാളും ഒരു ഹയർ വാല്യൂ ആണ്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് എ ഹയർ വാല്യൂ. ഇറ്റ് ഈസ് 10,732. ഓക്കെ, അഗെയിൻ നമുക്കിപ്പോൾ സപ്പോസ് നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഏരിയ കിട്ടിയതെന്ന് വെച്ചാൽ ഒരു ഹയർ വാല്യൂ ആണ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ അറിയാം, ഈ റോൾഡ് സ്റ്റീൽ ചാനൽ സെക്ഷൻസ് ഈ ഒരു പേജിലേ ഉള്ളൂ. പേജ് SP6 ഈ ഒരു പേജിലേ ഉള്ളൂ, പേജ് 6. ഓക്കെ, സോ ദ ഫൈനൽ വാല്യൂ ഹിയർ ഇസ്, അതായത് 62.93 സെൻറ്റിമീറ്റർ സ്ക്വയർ വരെയുള്ള ചാനൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ഒരു 7,200 സംതിങ് റേഞ്ചിലാണ് കിട്ടുന്നതെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് FCD വാല്യൂ ഇൻക്രീസ് ചെയ്യുക. കാരണം 7,000 ഉള്ള ഒരു ചാനൽ സെക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ അല്ല. ഓക്കെ, സോ ആ ഒരു കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ FCD വാല്യൂ 200 എന്ന് ആക്കുക. നമ്മളിപ്പോൾ 135 ആയിരുന്നു എടുത്തത്. ഓക്കെ, സോ FCD വാല്യൂ ഒരു 200 Nm² എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സോ ഇവിടെ 1400 × 10⁻³ ഡിവൈഡഡ് ബൈ 200. സോ ഒരു വാല്യൂ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. സോ ഇഫ് ഏരിയ കനോട്ട് സാറ്റിസ്ഫൈ എ സെക്ഷൻ, ടേക്ക് FCD വാല്യൂ 200 Nm². ക്ലിയർ? സോ നോർമലി നിങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ചാനൽ സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ വാല്യൂ നിൽക്കും. ഓക്കെ, ആസ് പെർ ദി ക്വസ്റ്റ്യൻ. So if the area cannot satisfy a section, take FCD value is equal to 200 Nm². Okay, so you will get a lesser value. Again, actual FCD calculate ചെയ്യുക. actual FCD calculate ചെയ്യാൻ ചാനൽ സെക്ഷൻസ് ആണെങ്കിൽ ബക്ലിംഗ് ക്ലാസ് C ആയിരിക്കും. ഓക്കെ, പേജ് 44 നോക്കിക്കഴിഞ്ഞാൽ you will get to see that for channel sections the buckling class is C. Again we have to find the slenderness ratio. So slenderness ratio ലേസ്ഡ് സെക്ഷൻസ്, ലേസ്ഡ് കോളത്തിൽ സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ RZZ വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളത്തിൽ RZZ വാല്യൂ മാത്രം നോക്കിയാൽ മതിയാവും. ദറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് IZ വിൽ ബി ലോവർ. സോ RZZ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് RZZ വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി SP6 നിന്ന് കിട്ടും. ഓക്കെ, here so here you can get the value for RZZ. Okay, RZZ value is second last കോളത്തിൽ നിന്ന് കിട്ടും. Okay, so 13.66. so 13.66 എന്നാണ് RZZ വാല്യൂ കിട്ടുന്നത്. ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. Okay, so for laced sections we have to take RZZ value, and that value is 13.66 centimeter, which is 136.6 mm. Okay, അതായത് സെൻറ്റിമീറ്ററിന് ഇൻറ്റു 10 ചെയ്യുമ്പോഴത്തേക്ക് mmലേക്ക് കിട്ടും. Okay, so we have the value for RZZ. so radius of gyration ഉണ്ടെങ്കിൽ what is slenderness ratio? Slenderness ratio is K is 1 and length 10 മീറ്റർ ആണ്. മീറ്ററിനെ mmലേക്ക് കൺവേർട്ട് ചെയ്യുക. 10 × 10⁻³ ഡിവൈഡഡ് ബൈ 136.6 വിച്ച് ഈസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 73.206 ആണ് സ്ലെൻഡർനെസ് റേഷ്യോ കിട്ടുന്നത്. അഗെയിൻ
നമ്മുടെ ക്വസ്റ്റ്യനിൽ ലേസ്ഡ് കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോയുടെ കൂടെ 1.05 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഗിവൺ ഇൻ പേജ് 48 IS 800 ക്ലോസ് 7.6.1.5. സോ ഈ ഒരു ക്ലോസ് എന്ന് വെച്ചാൽ ലേസിങ്സിൻ്റെ ഡിസൈൻ പാർട്ടാണ്. ഓക്കെ, സോ ലേസ്ഡ് കോളംസിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി 1.5 times the actual slenderness ratio. സോ ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോ കിട്ടിയത് 73.206 ആണ്. അതിൻ്റെ കൂടെ 1.05 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്ക് ദിസ്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 76.866 ആണ് സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഈ വാല്യൂ വെച്ചിട്ട് 76.866 ഉള്ള വാല്യൂ വെച്ചിട്ടുള്ള FCD കാൽക്കുലേറ്റ് ചെയ്യുക. ബക്ലിംഗ് ക്ലാസ് C ആണ്. Fy you can assume it as 250 Nm/mm², and this we can get the FCD value as 141.014. okay, so 141.014 ആണ് FCD കിട്ടുക. സോ FCD അറിയാം, ടോട്ടൽ ഏരിയയും അറിയാമെങ്കിൽ we can calculate the actual load. okay, so actual load is 1513 which is greater than 1400. hence നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ ദറ്റ് ഇസ് സേഫ് ഇൻ ഡിസൈൻ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് മച്ച് പാർട്ട് ഇസ് ക്ലിയർ. ഇത് നമ്മുടെ ലേസ്ഡ് കോളത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, അതായത് കോളം സെക്ഷൻ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അസ്യൂം ചെയ്യുക FCD വാല്യൂ, ദെൻ എഫക്റ്റീവ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ചൂസ് എ സ്യൂട്ടബിൾ സെക്ഷൻ, ദെൻ ഫൈൻഡ് ഔട്ട് ദി ആക്ച്വൽ FCD വാല്യൂ. അപ്പോൾ ഇതിൽ ലേസ്ഡ് സെക്ഷൻ ആയതുകൊണ്ട് RZ വാല്യൂ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷനിൽ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് സ്ലെൻഡർനെസ് റേഷ്യോയുടെ കൂടെ ലേസ്ഡ് കോളത്തിന് 1.05 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫ്രം ദെയർ വി ഗെറ്റ് ദി ആക്ച്വൽ FCD വാല്യൂ. ഓക്കെ, ആൻഡ് ഈ FCD വാല്യൂ വെൻ മൾട്ടിപ്ലൈഡ് വിത്ത് ഏരിയ വി ഗീവ് അസ് ദി ആക്ച്വൽ ലോഡ്. സോ ആക്ച്വൽ ലോഡ് ഷുഡ് ബി ചെക്ക്. നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് 1400 ആണ്. അതിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ദ സെക്ഷൻ ഈസ് സേഫ്. ഓക്കെ, സോ സേഫ് അല്ല എങ്കിൽ വി ഹാവ് ടു റീഡിസൈൻ. റീഡിസൈൻ എന്ന് വെച്ചാൽ ഒരു ഹയർ ഏരിയ ഉള്ള ഒരു സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഹോപ്പ് ദിസ് മച്ച് പാർട്ട് ഈസ് ക്ലിയർ. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് ലേസിങ്ങിൻ്റെ ഡിസൈനിലേക്കാണ്. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദി ലേസിങ്ങിൻ്റെ ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് സെക്ഷനും ഇടയ്ക്ക് കുറച്ച് സ്പേസ് കൊടുക്കണം. ഓക്കെ, ഈ ഒരു സ്പേസിലായിരിക്കും നമ്മൾ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഒരു സ്പേസിംഗ് ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദറ്റ് സ്പേസിംഗ് ഇസ് സ്മോൾ d. ഓക്കെ, അതായത് ഈ രണ്ട് ചാനൽ സെക്ഷൻ്റെയും സ്പേസിങ്. ഓക്കെ, സോ ഈ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ടു അസ്യൂം IZ is equal to IYY. ഓക്കെ, അതായത് ഈ ഒരു കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെയും IZ വാല്യൂ, moment of inertia about ZZ and moment of inertia about YY axis are equal എന്ന് assume ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. ഇപ്പോൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ചാനൽ സെക്ഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ പ്ലേസ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഈ ഒരു വാല്യൂ D ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു അസ്യൂം IZ ആൻഡ് IYY ഈസ് ഈക്വൽ. അഗെയിൻ ഇവിടെ IZ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ഈ ഒരു ആംഗിൾ മാത്രമായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഒരു ആംഗിളിൻ്റെ IZ ഓക്കെ ZZ വാല്യൂ ഇതും കോയിൻസൈഡ് ചെയ്യുന്നത് കൊണ്ട് സോ ഈ ഒരു ചാനൽ സെക്ഷൻ്റെ IZ വാല്യൂ തന്നെയായിരിക്കും ഈ ഒരു കംപ്ലീറ്റ് സെക്ഷൻ്റെയും IZ. ഓക്കെ, സോ IZ വാല്യൂ നമുക്ക് ഡയറക്റ്റ് സ്റ്റീൽ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അഗെയിൻ IYY വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സോ ഈ ഒരു സിംഗിൾ സെക്ഷൻ്റെ ചാനൽ സെക്ഷൻ്റെ IYY വാല്യൂ എന്ന് വെച്ചാൽ ഇതായിരിക്കും. ഓക്കെ, IYY ആക്സിസ് ഇങ്ങനെയായിരിക്കും പാസ് ചെയ്യുക. അഗെയിൻ ഈ ഒരു കംപ്ലീറ്റ് സെക്ഷൻ്റെ Y ആക്സിസ് ഇങ്ങനെയായിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് Y ആൻഡ് ദിസ് ഇസ് Y1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ Y1 ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ IYY ആക്സിസിൽ ഈ ഒരു ആക്സിസിലുള്ള ഡേറ്റ കിട്ടണമെങ്കിൽ
പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് y1 മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ അതിൻ്റെ കൂടെ ഏരിയ ഓഫ് ദിസ് ചാനൽ സെക്ഷൻ ഇൻടു ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ് വിൽ ഗിവ് us the മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് IYY. ഓക്കെ, സോ IYYയിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് y1 പ്ലസ് AH സ്ക്വയർ. ഓക്കെ, സോ IZZ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഗിവൺ ഡയറക്റ്റ്ലി, ദറ്റ് ഈസ് ഒരു ചാനലിൻ്റെ IZZ വാല്യൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഈ രണ്ട് ചാനൽ സെക്ഷൻ്റെയും IZZ വാല്യൂ എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ നമുക്കറിയാം, സോ അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ആ ഒരു വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്റ്റീൽ ടേബിളിൽ നിന്ന്. ഓക്കെ, സ്റ്റീൽ ടേബിളിൽ നിന്ന്. സോ ദിസ് ഈസ് ദി IZZ വാല്യൂ. So IZZ value and IYY value. IZZ, okay, let's see. So this is the IZZ value and idana IYY value. Okay, so IZZ value is 10,008 into 10 raised to 4 mm raised to 4. അപ്പോൾ അതിൻ്റെ കൂടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇത് ഒരു ചാനൽ സെക്ഷൻ്റെ വാല്യൂ ആണ് ഈ വാല്യൂ. സോ രണ്ടെണ്ണത്തിൻ്റെയും വേണമെങ്കിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദിസ് വിൽ ബി IZZ ഓഫ് ദി ഹോൾ സെക്ഷൻ. അഗെയിൻ IYY ഓഫ് ദി ചാനൽ സെക്ഷൻ എന്ന് വെച്ചാൽ 2 times IYY ഓഫ് ഫസ്റ്റ് ചാനൽ പ്ലസ് AH സ്ക്വയർ. ഓക്കെ, സോ IYY നമുക്ക് SP6ൽ നിന്ന് കിട്ടും. ആൻഡ് ഏരിയ ഓഫ് ദി ചാനൽ സെക്ഷൻ്റെ ഏരിയ ഇൻടു ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ദറ്റ് ഈസ് CYY. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ CYY പ്ലസ് D/2. ഓക്കെ, സോ CYY പ്ലസ് D/2. CYY വാല്യൂ നമുക്ക് ദറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം, സോ ഇതാണ് CYY വാല്യൂ. ഓക്കെ, സോ CYY വാല്യൂ is 2.44. Okay, so CYY is 2.44 centimeter. അതിനെ mm ആക്കുക. സോ കൺവേർഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുള്ളൂ. സോ ഇത് mm-ൽ ഉള്ള വാല്യൂ ആണ്. ഓക്കെ, സോ 24.4 പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ D ആണ് നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, D എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ സ്പേസിങ് ബിറ്റ്വീൻ ദ സെക്ഷൻസ്. അപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് D ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ വാല്യൂ ഫോർ IYY. സോ IZZും കിട്ടി, IYYയും കിട്ടി. നമ്മൾ പറഞ്ഞിരുന്നു സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഈക്വലായിട്ട് എടുക്കുക. ഓക്കെ, സോ വി ഹാവ് അസ്യൂംഡ് IZZ ഈസ് ഈക്വൽ ടു IYY. സോ രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തിട്ട് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് D ആണ്. ഓക്കെ, ദറ്റ് ഈസ് ദ സ്പേസിങ് ആണ് അൺനോൺ ആയിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക ആൻഡ് ഓക്കെ, സോൾവ് ദിസ് ആൻഡ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് D. ഡിയുടെ വാല്യൂ 218.395 എന്ന് കിട്ടും. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് എസ് അറൗണ്ട് 220 mm എന്ന് എടുക്കാം. ഓക്കെ, സോ 220 mm എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാനൽ സെക്ഷൻസ്. ഓക്കെ, അതായത് ഈ രണ്ട് ചാനൽ സെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ് D. ഓക്കെ, സ്പേസിംഗ് ആണ് D. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, ഇവിടെ സോ ദിസ് ഈസ് ആക്ച്വലി ദ ക്രോസ് സെക്ഷൻ. ഇത് ക്രോസ് സെക്ഷൻ ആണ്. ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ത്രൂ ദാറ്റ് ലെങ്ത്. ഓക്കെ, ഇപ്പം ഇങ്ങനെയായിരിക്കും ഈ രണ്ട് ചാനൽ സെക്ഷൻസും ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഇങ്ങനെയായിരിക്കും ഈ രണ്ട് ചാനൽ സെക്ഷൻസും ഇരിക്കുക. നമ്മൾ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, സോ ലേസിങ്സ് കാണണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദിസ്, ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എടുത്താലാണ് ലേസിങ്സ് കാണുക. സോ ദിസ് ഇസ് ദ സെക്ഷൻ. ഓക്കെ, ഈ ഒരു സെക്ഷനാണ്. ആൻഡ് ഇതിലെ ഈ രണ്ട് സോ D കാൽക്കുലേറ്റ് ചെയ്യുക. സോ
with that we come to the end of the first part, അതായത് ഡിസൈൻ പാർട്ട് കഴിഞ്ഞു. ഓക്കെ, അതായത് കോളം സെക്ഷൻ്റെ ഡിസൈൻ പാർട്ട് കംപ്ലീറ്റ് ആയി. അടുത്ത സോ കോളം സെക്ഷൻ്റെ ഡിസൈൻ കഴിഞ്ഞു. നെക്സ്റ്റ് ലേസിങ്സിൻ്റെ പാർട്ടാണ്. സോ ലേസിങ് ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ ഇങ്ങനെയായിരിക്കും നമ്മൾ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇത് രണ്ടും കോളം സെക്ഷൻസ്, അതായത് ചാനൽ സെക്ഷൻസ് നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ചാനൽ സെക്ഷൻസ് ആണ് ഇത്. ആൻഡ് ഈ രണ്ട് ചാനൽ സെക്ഷൻ്റെയും ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് സ്മോൾ ഡി. അഗെയിൻ നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ളത് ഈ ലേസിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലേസിംഗ് മെമ്പർ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മെമ്പർ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഡബിൾ ലേസിങ്സ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, സോ ഡബിൾ ലേസിങ്സ് ആണെങ്കിൽ ഇങ്ങനെ ഡബിളായിട്ട് പോവും. ഡബിൾ ലേസിങ്സ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് IS കോഡിൽ പറയുന്നുണ്ട് ഡബിൾ ലേസിങ്സിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് വെൻ കമ്പയർഡ് ടു സിംഗിൾ ലേസിങ്. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്താൽ മതിയാവും. സോ ഇതിൽ വി ഹാവ് ടു ഡിസൈൻ ദിസ് പെർട്ടിക്കുലർ ലേസിങ്. അപ്പോൾ ഇതിൽ സിംഗിൾ ലേസിങ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലേസിങ് ഡിസൈൻ ചെയ്യുക. ആൻഡ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ സിംഗിൾ ലേസ്ഡ് ആണോ ഡബിൾ ലേസ്ഡ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യു ക്യാൻ ഡിസൈൻ ആസ് എ സിംഗിൾ ഓർ ഡബിൾ ലേസ്ഡ്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഈ ഒരു കണക്ഷനിൽ ഓക്കെ, സോ ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ദറ്റ് ഈസ് ഈ ഒരു ചാനൽ സെക്ഷനും അതുപോലെ ഈ ഒരു ലേസിങ്ങും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നുണ്ട്. ദറ്റ് ഈസ് ബോൾട്ടഡ് കണക്ഷൻ. സോ ഈ ഒരു കണക്ഷനിൽ അതിൻ്റെ കണക്ഷൻ്റെ ഡിസൈനും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ഡിസൈൻ ഓഫ് ദ ചാനൽ സെക്ഷൻ വി ഹാവ് ടു ഡിസൈൻ ദ ലേസിങ് ആൻഡ് ദി ബോൾട്ടഡ് കണക്ഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യനിലൊന്നും പറയാത്തത് കൊണ്ട് ഐ ആം ടേക്കിംഗ് എ ബോൾട്ടഡ് കണക്ഷൻ ഹിയർ. ഓക്കെ, സോ ഇത് ഞാൻ ഒരു ഫിഗർ പ്രൊവൈഡ് ചെയ്തതേ ഉള്ളൂ ടു മേക്ക് തിങ്സ് ഈസിയർ ഫോർ യു. സോ നെക്സ്റ്റ് ഇസ് ലേസിങ്. സോ ലേസിങ്ങിൽ ആദ്യം തന്നെ ലേസിങ്ങിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ലെങ്ത്. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ്, അതായത് ഈ ഒരു ബോൾട്ട് തുടങ്ങി ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ഓഫ് വൺ ബോൾട്ട് ടു ദ നെക്സ്റ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ലെങ്ത്. ഓക്കെ, ക്ലിയർ? സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ D + 2G. ഓക്കെ, D എന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെക്ഷൻ, അതിൻ്റെ കൂടെ G. സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് G. ഇവിടെ ഒരു സ്മോൾ ഡിസ്റ്റൻസ്, അതായത് ആ ഒരു ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. സോ ദാറ്റ് ഈസ് G. സോ G നമുക്ക് 60 mm എന്ന് അസ്യൂം ചെയ്യാം. വി ക്യാൻ അസ്യൂം എനി വാല്യൂ ഫോർ G. ഓക്കെ, G വി ക്യാൻ അസ്യൂം ഇറ്റ് as 60 mm. ആൻഡ് ഹിയർ H വിൽ ബി D 220 എന്ന് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, സോ 220 + 60 അസ്യൂം ചെയ്തു ഗേജ് ഡിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഇൻറ്റു 2. സോ വി ഗെറ്റ് ദി H വാല്യൂ ആസ് 340 എന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ ഇവിടുത്തെ ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, സോ ആസ് പെർ ക്ലോസ് 7.6.4 ഓഫ് പേജ് 50ൽ ഈ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ ദറ്റ് ഇസ് വി ക്യാൻ ടേക്ക് എനി വാല്യൂ ബിറ്റ്വീൻ 40 ഡിഗ്രി ടു 70 ഡിഗ്രി. സോ ഇവിടെ ഞാൻ 45 ഡിഗ്രിയാണ് അസ്യൂം ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഹിയർ ദിസ് ആംഗിൾ ഇസ് 45 ഡിഗ്രി. നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടി. അഗെയിൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ tan 45 എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടും. സോ tan 45 is equal to opposite side by adjacent side. Adjacent side എന്ന് വെച്ചാൽ that is the H is 340 and opposite side എന്ന് വെച്ചാൽ സോ ഈ ഒരു കംപ്ലീറ്റ് ഡിസ്റ്റൻസ് V ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ V/2. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് by 2. സോ tan 45 degree is equal to V/2 divided by H, that is 340. സോ V 280 എന്ന് കിട്ടും. ഓക്കെ, സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടി, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അറിയാം, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് അറിയാം. ഓക്കെ, V/2 അറിയാമെങ്കിൽ what will be this length?
പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക. സോ ലെങ്ത് വിൽ ബി റൂട്ട് ഓഫ് h square plus v by 2 the whole square. So h square 340 square and v by 2 എന്ന് വെച്ചാൽ 680 by 2 that is 340. ഓക്കെ, സോ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ലെങ്ത് നമുക്ക് 480.832 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ലെങ്ത് ഇസ് ദ ലെങ്ത് ഓഫ് ദി ലേസിംഗ് മെമ്പർ. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലേസിംഗ് മെമ്പറിൻ്റെ ലെങ്ത് ആണ് 480.832. Okay, so next we have to see the checking for spacing check ചെയ്യുക. അത് ക്ലോസ് 7.6.5 തന്നിട്ടുണ്ട് പേജ് 50. അതായത് ഈ സ്പേസിങ്ങിൽ അതിന് കറക്റ്റായിട്ടുള്ള സ്പേസിംഗ് ആണ് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂ ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ദാറ്റ് ഈസ് സ്ലെൻഡർനെസ് റേഷ്യോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 50 or 0.7 times the slenderness ratio of the whole structure. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ദി ഹോൾ സ്ട്രക്ചർ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 76.88 എന്നുള്ളൊരു വാല്യൂ. ഓക്കെ, സോ അതിൻ്റെ 0.7 ടൈംസിനേക്കാളും കൂടരുത്, അതുപോലെ തന്നെ 50യേക്കാളും ഗ്രേറ്റർ ആകരുത്. ഓക്കെ, സോ ഇവിടുത്തെ KL/R മിനിമം എന്ന് വെച്ചാൽ ലേസിങ്ങിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ, ലേസിങ് ഈ ഒരു പോർഷൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, സോ അതായത് സോ ഈ ഒരു പോർഷൻ, ഈ ഒരു ലെങ്ത്ത് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെങ്ത്തിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് എടുക്കേണ്ടത്, അതായത് വി ഡിസ്റ്റൻസ്. ഓക്കെ, സോ വി ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഇവിടെ സ്ലെൻഡർനെസ് റേഷ്യോയുടെ L വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. സോ ഡോണ്ട് ഗെറ്റ് ദിസ് റോങ്. ഓക്കെ, സോ ദ സ്ലെൻഡർനെസ് റേഷ്യോയിൽ ഈ L എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ വി ഓഫ് ദിസ് പാർട്ട്. ഓക്കെ, ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദി ലേസിംഗ്. സോ ഇത്രയും ഒരു പാർട്ടിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ദറ്റ് സ്ലെൻഡർനെസ് റേഷ്യോ KL/R min. ഓക്കെ, R മിനിമം എന്ന് വെച്ചാൽ SP6 നോക്കുക, R മിനിമം വാല്യൂ 28.3 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ 28.3 എടുക്കുക. നമ്മൾ നേരത്തെ എടുത്തതെന്ന് വെച്ചാൽ RZ വാല്യൂ ആണ്, സെക്ഷനിൽ എടുക്കുമ്പോഴത്തേക്കും RZ വാല്യൂ, ZZ വാല്യൂ. അഗെയിൻ ലേസിങ്ങിൽ എടുക്കുമ്പോഴത്തേക്ക് R മിനിമം ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ R മിനിമം എന്ന് വെച്ചാൽ 28.3 എന്നാണ് കിട്ടുക. ഓക്കെ, സോ R minimum is 28.3. Again K is 1 and 1 into 680 by 28.3 ചെയ്യുമ്പോഴത്തേക്ക് 24 എന്ന് കിട്ടും, which is less than 50. and ഇതാണ് സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ ദി ഹോൾ സ്ട്രക്ചർ 76.88. സോ അതിൻ്റെ 7.7 ടൈംസ് എന്ന് പറഞ്ഞാൽ 53. സോ നമുക്ക് കിട്ടിയ ഈ വാല്യൂ ദറ്റ് ഈസ് ലെസ് ദാൻ 50 ആൻഡ് ലെസ് ദാൻ. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഹെൻസ് ഇറ്റ് ഈസ് സേഫ്. ആ സ്പേസിങ് ഓക്കെ ആണ്. ഓക്കെ, ക്ലിയർ. അഗെയിൻ നെക്സ്റ്റ് ഇസ്, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത്, സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ ലേസിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ലേസിങ്ങിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ലെങ്ത് ആൻഡ് സ്പേസിങ്. ഓക്കെ, സോ ഇത് സ്പേസിങ്ങും ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആണ് നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഡിസൈൻ പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേസിങ്ങിൻ്റെ ഡിസൈനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സ് ഷിയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ ഡയറക്ട്ലി ഇൻ ദ കോഡ്. കോഡിൽ പേജ് 50 ലേസിങ്ങിൻ്റെ ഡിസൈൻ തന്നിട്ടുണ്ട്. സോ അതിൽ ആദ്യത്തെ 7.6.6.1 ട്രാൻസ്വേഴ്സ് ഷിയറിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ട്രാൻസ്വേഴ്സ് ഷിയർ ഷുഡ് ബി ഈക്വൽ ടു 2.5% ഓഫ് ദി ആക്സിയൽ ഫോഴ്സ്. ഓക്കെ, ആക്സിയൽ ഫോഴ്സ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫാക്ടേർഡ് ലോഡ് വാല്യൂ 1400. സോ അതിൻ്റെ 2.5% ദറ്റ് ഈസ് 35 kN ആണ് ഷിയർ. ഓക്കെ, എഗെയിൻ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതായത് സിംഗിൾ ലേസിംഗ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡെന്ന് വെച്ചാൽ VT/2 ദറ്റ് ഈസ് 17.5 ആയിരിക്കും സിംഗിൾ ലേസിംഗ് ആണെങ്കിൽ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും, സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ. ഞാനിവിടെ ഇപ്പോൾ 2 സ്റ്റെപ്സും കാണിച്ചിട്ടുണ്ട്. സോ ഓക്കെ, സിംഗിൾ ലേസിംഗ് ആണെങ്കിൽ VT/2 ആൻഡ് ഡബിൾ ലേസിംഗ് ആണെങ്കിൽ VT/4. ഓക്കെ, സോ VT/4 എന്ന് വെച്ചാൽ 35. VT നമുക്ക് ഇവിടെ നിന്ന് 35 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ 35/2 ചെയ്താൽ സിംഗിൾ ലേസിംഗ് കിട്ടും.
35/4 ചെയ്താൽ ഡബിൾ ലേസിങ്ങിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ 17.5, 8.75. സോ യു ക്യാൻ ഡു എയ്തർ സിംഗിൾ ലേസിങ് ഓർ ഡബിൾ ലേസിങ്, രണ്ടും ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇസ് തിക്നെസ് ഓഫ് ലേസിംഗ് ബാർ. സ്റ്റെപ്പ് 2, തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, തിക്നെസ്സിൻ്റെ ഇക്വേഷനും ഡയറക്റ്റ് തന്നിട്ടുണ്ട് പേജ് 50 തന്നെ. സോ തിക്നെസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/40th ഓഫ് ദ ലെങ്ത്. ഓക്കെ, സിംഗിൾ ലേസിംഗ് ആണെങ്കിൽ തിക്നെസ്സിൻ്റെ വാല്യൂ 1/40th ഓഫ് ദ എഫക്റ്റീവ് ലെങ്ത്, ആൻഡ് ഡബിൾ ലേസിംഗ് ആണെങ്കിൽ 1/60. ഓക്കെ, സോ ഇതിൽ ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ ലേസിങ്ങിൻ്റെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 1/40th ഓഫ് ലെങ്ത്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ലെങ്ത് ഓഫ് ദി ലേസിങ്ങിൻ്റെ ലെങ്ത്ത് 480.832. ഓക്കെ, സോ 12.02 ആണ്. ഓക്കെ, അതായത് 12-നേക്കാളും ലെസ് ആകാൻ പാടില്ല. ഓക്കെ, സോ നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു 14 പ്രൊവൈഡ് ചെയ്യാം. സോ 14 ഈസ് ദി തിക്നെസ് ഓഫ് ദി ലേസിംഗ് ബാർ, ആൻഡ് വിഡ്ത്ത് ഓഫ് ദി ലേസിംഗ് ബാർ അതും സോ ഈ എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് കോഡിൽ നിന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ആ സീക്വൻസ് മാത്രം, സ്റ്റെപ്സിൻ്റെ സീക്വൻസ് മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. സോ പേജ് 50 തന്നെ വിഡ്ത്ത് ഉണ്ട്. വിഡ്ത്ത് 3 times ഡയമീറ്റർ ഓഫ് ബോൾട്ടാണ്, ദറ്റ് ഈസ് M20 ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 3 M20 ആയിട്ട് അസ്യൂം ചെയ്യുക. സോ 3 × 20 ദറ്റ് ഈസ് 60 mm. സോ അതാണ് മിനിമം വിഡ്ത്ത്. ഓക്കെ, സോ വിഡ്ത്ത് 60 mm ആൻഡ് തിക്നെസ് 14 mm. ഓക്കെ, അപ്പോൾ ഈ ഒരു ലേസിങ്ങിൻ്റെ വിഡ്ത്താണ് 60 mm. ഓക്കെ, ആൻഡ് ഇതിൻ്റെ തിക്നെസ് ദറ്റ് ഈസ് 14 mm. അപ്പോൾ ഇവിടെ ഇത് നമ്മളൊരു പ്ലേറ്റ് സെക്ഷൻ ആയിട്ടാണ് അസ്യൂം ചെയ്തേക്കുന്നത്. സോ ഈ ഒരു പ്ലേറ്റ്, ഈ ഒരു ലേസിങ്ങിൻ്റെ വിഡ്ത്തും തിക്നെസ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വിഡ്ത്ത്, തിക്നെസ്. നെക്സ്റ്റ് സ്ലെൻഡർനെസ് റേഷ്യോ. ഇവിടെ ഇപ്പം നമ്മൾ 3 സ്ഥലത്താണ് സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് സെക്ഷൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്തത് ആ ഒരു പാർട്ട് സെക്ഷനിൽ ലേസിങ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ വരുന്ന സ്ലെൻഡർനെസ് റേഷ്യോ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഈ ലേസിംഗ് ബാറിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ. ലേസിംഗ് ബാർ എന്ന് വെച്ചാൽ ഈ ഒരു ലേസിങ്ങിൻ്റെ, ഓക്കെ, ഈ ഇതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് നെക്സ്റ്റ്. ക്ലിയർ? സോ ദറ്റ് സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് KL/R മിനിമം. സോ ഇവിടെ ഇപ്പോൾ ഈ 3 കേസിലും R മിനിമം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. ഓക്കെ, അതുപോലെ L വാല്യൂം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്തേക്കാം. സോ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ലേസിംഗ് ബാർ എന്ന് വെച്ചാൽ ലേസിങ്ങിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ. സോ K നമുക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ലെങ്ത് ഇസ് 480.83. ലെങ്ത് എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി കോളം അല്ല, ലെങ്ത് ഓഫ് ദി ലേസിംഗ് ആണ്. ഓക്കെ, ദറ്റ് ഈസ് 480.83. ആൻഡ് R മിനിമം എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക √I/A. അതായത് ലേസിംഗ് ഒരു പ്ലേറ്റ് സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിരുന്നത്. സോ ആ പ്ലേറ്റ് സെക്ഷൻ്റെ I വാല്യൂ എന്ന് വെച്ചാൽ BD³/12. ഓക്കെ, അതായത് ഈ ലേസിങ്സ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലേസിങ്സ് റെക്റ്റാങ്കുലർ സെക്ഷൻസ് ആണ്. ഓക്കെ, സോ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ BD³/12. സോ B അതായത് വിഡ്ത്ത് 16, തിക്നെസ് 14 ആണ്. സോ ഓക്കെ, D എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ദിസ് ഇസ് ദ D. ഓക്കെ, ആൻഡ് B ഈസ് 60. D എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു തിക്നെസ് ദറ്റ് ഈസ് 14. ഓക്കെ, സോ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതിൻ്റെ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുക, BD³/12 എന്ന് വരും. ആൻഡ് ദെൻ വി ഹാവ് ടു ടേക്ക് ദി, ഓക്കെ, R മിനിമം വാല്യൂ ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് BD³/12 എന്ന് എടുക്കുന്നത്. ഓക്കെ, DB³/12 എന്ന് എടുത്താൽ നമുക്ക് മിനിമം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് BD³/12 എന്ന് എടുക്കുന്നത്. സോ ഏരിയ എന്ന് വെച്ചാൽ B × D. അവിടെ നിന്ന് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, 4.041 എന്ന് കിട്ടും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദി സ്ലെൻഡർനെസ് റേഷ്യോ. KL/R is equal to
118.98. So that is less than 145. 145 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് IS കോഡിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ദറ്റ് ഇസ് സ്ലെൻഡർനെസ് റേഷ്യോ ഒരു മിനിമം. സ്ലെൻഡർനെസ് റേഷ്യോ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല. സോ ആ ഒരു വാല്യൂ ആണ് ഈ 145. അഗെയിൻ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത സെക്ഷൻ, ലേസിംഗ് പ്ലേറ്റ് സെക്ഷൻ, അതിൻ്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ P is equal to FCD into AE. സോ FCD കാൽക്കുലേറ്റ് ചെയ്യുക. FCD കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്ലെൻഡർനെസ് റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, FCD വാല്യൂ, ബക്ലിംഗ് ക്ലാസ് C ആണ്. ലേസിംഗ് ബാറിന് നമ്മളെപ്പോഴും ബക്ലിംഗ് ക്ലാസ് C ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, പ്ലേറ്റ് സെക്ഷൻ ആണ്, ബട്ട് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ബക്ലിംഗ് ക്ലാസ് C. അഗെയിൻ സ്ലെൻഡർനെസ് റേഷ്യോ FCD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. FCD വാല്യൂ ആൻഡ് ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഏരിയ ഓഫ് ദി പ്ലേറ്റ്. ഓക്കെ, ഈ ഒരു പ്ലേറ്റ് ലേസിങ്ങിൻ്റെ ഏരിയ ആണ്. സോ P കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് A into FCD. So we are getting it as 71.248. Okay, so ഈ വാല്യൂ അത് നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ദ ഷിയർ വാല്യൂ, ഷിയർ സ്ട്രെങ്ത്തുമായിട്ട്, ഷിയർ ഫോഴ്സുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഷിയർ ഫോഴ്സ്, അതായത് സിംഗിൾ ലേസിംഗ് സിസ്റ്റം ആണെങ്കിൽ 35/2 ആയിരിക്കും ഷിയർ വാല്യൂ. നമുക്ക് VT 35 എന്നാണ് കിട്ടിയത്. ഇത് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും സിംഗിൾ ആണെങ്കിൽ. ഓക്കെ, സോ സിംഗിൾ ലേസിംഗ് മതിയാവും. ഇറ്റ് ഈസ് സേഫ്. അഗെയിൻ നെക്സ്റ്റ് കണക്ഷൻ ഡിസൈൻ ചെയ്യുക. കണക്ഷൻ ഡിസൈൻ ചെയ്യാൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ, ദറ്റ് ഈസ് ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ സിംഗിൾ ഷിയർ എടുത്താൽ മതി. ഓക്കെ, സോ ഷിയർ കപ്പാസിറ്റി നോർമൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, NN1 കൊടുക്കുക. ദെൻ ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എഡ്ജ് ഡിസ്റ്റൻസ് 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ഹോൾ ആൻഡ് പിച്ചസ് 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ബോൾട്ട്. ഓക്കെ, അത് വെച്ചിട്ട് KB വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇവിടെയാണ് നിങ്ങൾ തിക്നെസ് ഓഫ് ദി ലേസിംഗ് ബാർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, തിക്നെസ് ഓഫ് ലേസിംഗ് ബാർ 14 എന്ന് കൊടുത്താൽ മതിയാവും. ദെൻ ബോൾട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ മിനിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദി നമ്പർ ഓഫ് ബോൾട്ട്. സോ നമ്പർ ഓഫ് ബോൾട്ട് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് സ്ട്രക്ചറൽ ഡ്രോയിങ് ചെയ്യുക. ഓക്കെ, സോ ട്രൈ ഡൂയിങ് ദ സ്ട്രക്ചറൽ ഡ്രോയിങ് യുവർ സെൽഫ്. സ്ട്രക്ചറൽ ഡ്രോയിങ് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ദാറ്റ് ഈസ് ഈ 2 C സെക്ഷൻ ഫിഗർ വരയ്ക്കുക. നിങ്ങൾ ഏത് സെക്ഷനാണ് ചൂസ് ചെയ്തത്? ISMC 350 ആണ്. സോ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇതിൻ്റെ ഈ ഒരു സെക്ഷനും വരയ്ക്കുക. ഓക്കെ, സോ ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലാഞ്ച് പോർഷനാണ്. ഓക്കെ, ആൻഡ് സിംഗിൾ ലേസ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ 1 ബോൾട്ടാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. ഡിസൈൻ ചെയ്തപ്പോൾ 1 ബോൾട്ടാണ്. സോ 1 ബോൾട്ട് കാണിക്കുക. ഓക്കെ, സോ ട്രൈ ഡ്രോയിങ് ദാറ്റ് സ്ട്രക്ചറൽ ഡ്രോയിങ്. ലാസ്റ്റത്തെ സ്ട്രക്ചറൽ ഡ്രോയിങ് പാർട്ട് നിങ്ങൾ തനിയെ ചെയ്യുക. സെക്ഷനും കാണിക്കണം, അതുപോലെ തന്നെ ഈ ഒരു വ്യൂവും കാണിക്കണം. ഓക്കെ.